നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അത് നമുക്ക് അടുത്ത മാസം മുതൽ ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കണക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് മസ്റ്റും പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അടുത്ത മാസം മുതൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ എല്ലാ മാസവും ലഭിക്കുകയുള്ളൂ. ഇത് ആരെല്ലാമാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാം, അതുപോലെ തന്നെ പ്രവാസികളായ ആളുകൾ എങ്ങനെ ഇത് പൂർത്തിയാക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസുകൾക്ക് സബ്സിഡി നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത്. പുറത്ത് നമ്മൾ ഹോട്ടലുകളിൽ മറ്റും ഉപയോഗിക്കുന്നതിലെ പകുതി പണമാണ് നമ്മൾ നൽകാറുള്ളത്. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ആയതുകൊണ്ടാണ്. ഈ ഒരു ആനുകൂല്യം ഒരുപാട് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകൾ മറ്റ് ഹോട്ടൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതുമൂലം സർക്കാരിനും ജനങ്ങൾക്കും ഒരുപാട് നഷ്ടമുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് LPG ഗ്യാസ് കണക്ഷന് സർക്കാർ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം തുടക്കത്തിലായിരുന്നു ഇത് തുടങ്ങിയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാരിന് മനസ്സിലാകുന്നത്. ഇങ്ങനെ ചെയ്യാത്ത ആളുകളാണ് ഈ മാസം അവസാനിക്കുന്ന മുമ്പ് തന്നെ, നാളോടുകൂടി തന്നെ ഗ്യാസ് മസ്റ്റും പൂർത്തിയാക്കേണ്ടത്. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനോ മറ്റു ഓൺലൈൻ ഇടപാടുകൾ നടത്താനോ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് തവണ സമയം നീട്ടിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സമയം ചിലപ്പോൾ നീട്ടുകയുമില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ആൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റും പൂർത്തിയാക്കാം. ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായും മറ്റ് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ 50 രൂപ ചാർജ് നൽകിയും നിങ്ങൾക്ക് ഈ മസ്റ്റും പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി ഗ്യാസ് കണക്ഷൻ ഓണർ ഇപ്പോൾ വിദേശത്താണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാസിൻ്റെ ഓണർഷിപ്പ് മാറ്റുക എന്നുള്ളതാണ്. അതിനും നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാം, അതല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാം. ഇങ്ങനെ ഓൺലൈൻ ജനസേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ മറ്റാളുടെ പേരിലേക്ക് മാറ്റുകയും പിന്നീട് നിങ്ങൾക്ക് മസ്റ്റും പൂർത്തിയാക്കുകയും ചെയ്യാം. പ്രവാസികളായ ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്റിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഈ ഒരു മാസം, അടുത്ത മാസം കൊണ്ട് മസ്റ്റും പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ വീഡിയോസുകൾ ചെയ്യുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാം. കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനൽ ഫോളോ ചെയ്യാതെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക്